അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുട്ടികളെ, സഹോദരങ്ങളെ, പോലെ അവരുടെ കോളേജ് സ്കൂളുകളുമായി എല്ലാം ബന്ധപ്പെടുന്ന സംശയങ്ങൾ, പ്രശ്നങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു സെഷൻ, ഇൻഷാ അല്ലാഹ് ഈ സെഷനിൽ പ്രധാനമായും എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അവരുടേതാണ് ഈ സെഷൻ നടത്തം. ഞാൻ ആമുഖമായി കാര്യമായി ഒന്നും പറയണില്ല. ഞാനൊരു ചോദ്യം കൊണ്ട് തുടങ്ങുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു സിനിമ റിലീസായത് വലിയ ചർച്ചയായി. ആ സിനിമയിൽ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചായിരുന്നു പ്രധാനമായിട്ടുള്ള ചർച്ച. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലൊരു ക്യാമ്പസിൽ അറിയപ്പെടുന്ന ഒരു മീഡിയ പ്രവർത്തകൻ അവിടുത്തെ സ്റ്റുഡൻസിനോട്, നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചു, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഹോമോസെക്ഷുവാലിറ്റി? The same question I am asking you. Within some seconds you can, someone can tell me. പറയാം, ആർക്കെങ്കിലും പറയാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറയാം. മൈക്കിനൊന്നും കാത്തു നിൽക്കണമെന്നില്ല. സ്റ്റാൻഡപ്പ് ആൻസർ. എന്താണ് ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങളോട് അങ്ങനത്തെ അതേപോലെ ഒരു ക്യാമ്പസിൽ ഇതേപോലെയുള്ള ഒരു മീഡിയ പ്രവർത്തകൻ വന്നിട്ട് നിങ്ങളുടെ ഒരു ക്യാമ്പസിൽ ഇതേപോലുള്ളൊരു ഒരു പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ മുസ്ലിം സ്റ്റുഡൻസ് ഉള്ളവർക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുകയാണ്, പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെന്താ പറയുക? ഒന്നും മിണ്ടാതിരിക്കുമോ? എന്തു പറയും? ഒന്നും പറയില്ല? ആരെങ്കിലും പറയാം. നിങ്ങളിൽ പറയാൻ ധൈര്യമുള്ള ആൾ ആരാണെന്ന് നോക്കട്ടെ ഞാൻ. ആരും പറയണില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന ഇയാൾ പറയട്ടെ. ഇയാളോടാണ് ചോദിക്കണമെങ്കിൽ. യെസ്. ഗോഡ്, ഇറ്റ്സ് നോട്ട് നാച്ചുറൽ. ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളെല്ലാമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ തന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ രൂപത്തിലുള്ള സംഗതികൾ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റുക എന്നുള്ളത്. ഇവിടെ അതെത്രത്തോളം എത്തിയിട്ടുണ്ടെന്നറിയില്ല. ഇവിടെ എത്തിയാലും ഇല്ലെങ്കിലും, കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും, ഇന്ത്യയിൽ NCERT ആണെങ്കിലും CBSE ആണെങ്കിലും എല്ലാം അവരുടെ സിലബസിൽ, കരിക്കുലത്തിൽ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എല്ലാം തന്നെ ഈ ടൈപ്പ് മീൻസ് ഓപ്പൺലി സ്പീക്കിംഗ് ഒരു ഫ്രീ സെക്സ് ടൈപ്പ് ആശയങ്ങൾ 12-13 വയസ്സുള്ള കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തായിരിക്കണം നമ്മുടെ കുട്ടികളുടെ നിലപാട്? ഇത് കുട്ടികൾ മനസ്സിലാക്കുകയും അതനുസരിച്ച്
അവരുടെ ക്യാമ്പസിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾക്ക് ആൻസർ ചെയ്യാൻ അവരെ പര്യാപ്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാംസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് ഇപ്പോഴുള്ളൊരു ചെറിയൊരു സെഷനിലൂടെ അത് പൂർണ്ണമാവുമെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. മറിച്ച് ദിസ് ഈസ് ഓൺലി എ സ്റ്റാർട്ട്, ഒരു സ്റ്റാർട്ട് മാത്രമാണിത്. കാരണം നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമാക്കുന്നതെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ കഴിഞ്ഞ +1 +2 എല്ലാം പഠിക്കുന്ന കുട്ടികളുടെ സോഷ്യൽ സർവീസിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് NSS, നാഷണൽ സർവീസ് സ്കീം. ഈ NSS എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഗവൺമെൻറ് ചെലവിൽ ഗവൺമെൻറ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. ആ NSSൽ വളരെ പച്ചയായി ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളുകൾ അവർക്ക് കൊടുത്ത നോട്ട്സ്, ആ നോട്ട്സ് എല്ലാം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിരുന്നു, നത്തിങ് എൽസ്, ഇത് മാത്രം. അഥവാ ഹോമോസെക്ഷുവാലിറ്റി നാച്ചുറലാണ്, നിങ്ങളുടെ സെക്സ് എന്നുള്ളത് നിങ്ങൾ ആളെ കണ്ടിട്ടല്ല തീരുമാനിക്കേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അതനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ആശയം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോൾ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. അതിന് ഇൻട്രഡക്ഷൻ എന്നുള്ള എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഇവരുടെ ഈ ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കലാണ്. ഫാമിലി ഇല്ലാതാവണം. ഇവരെന്നെ പറയുന്നത് ആ രൂപത്തിലുള്ളൊരു സാമൂഹ്യാവസ്ഥ വരണം. അത് കുട്ടികളോട് എന്തിനാണ് പറയണത്? കുട്ടികളോടാണ് ഇവർ പറയണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോട് ഇപ്പോൾ പറയണത്. കുട്ടികളുടെ തലച്ചോറാണ് ഇവർ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ആ കുട്ടികളുടെ തലച്ചോറിൽ ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യണം നമ്മൾ വിചാരിക്കണം. ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി തകർന്നാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം ആർക്കാണ് പറയാൻ പറ്റുമോ? ഫാമിലി ഇല്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫാമിലി നിങ്ങളെല്ലാവരും ഫാമിലിയിലുള്ള ആളുകളാണല്ലോ. ഫാമിലി ഇല്ലാതായാൽ അതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ ആർക്കാണ്? അല്ലെങ്കിൽ ഫാമിലിൻ്റെ ഫസ്റ്റ് ബെനഫിഷ്യറി ആരാണ് പറയാൻ പറ്റുമോ? ആണാണോ പെണ്ണാണോ? ഫാമിലിൻ്റെ ഫസ്റ്റ് ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്. മനുഷ്യ കുട്ടികൾക്ക് മാത്രമുള്ള ചില സവിശേഷതകളുണ്ട്. ബാക്കിയുള്ള ജീവികളെല്ലാം അവയുടെ ഫീഡിങ് കഴിയുമ്പോഴേക്ക് അവ സെൽഫ് സഫിഷ്യൻ്റ് ആവും. മനുഷ്യക്കുട്ടിയുടെ ഫീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ അപ് ടു 2 years ആണ്. അല്ലേ? 2 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യക്കുട്ടി സെൽഫ് സഫിഷ്യൻ്റ് ആവണില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായം വരെയെങ്കിലും, മിനിമം അഡോളസൻസ് വരെയെങ്കിലും കുട്ടികൾക്ക് പാരൻ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. ബിക്കോസ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണത് ജനിച്ചതിൻ്റെ ശേഷമാണ്. ബാക്കി ജീവികൾക്കെല്ലാം മിനിമം 50% ബ്രെയിനുമായിട്ട് ജനിക്കുമ്പോൾ മനുഷ്യന് ഏകദേശം 20-25% ബ്രെയിനുമായിട്ടാണ് മനുഷ്യൻ ജനിക്കുന്നത്. അഥവാ നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയാൽ നിങ്ങൾക്കുള്ള ബ്രെയിനിൻ്റെ 20 to 25, 30 ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ജനിക്കുമ്പോഴുള്ള ബ്രെയിൻ. അപ്പോൾ ഈ വളർച്ച കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്. ആ സമയത്തുള്ള വളർച്ച കൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ കപ്പാസിറ്റിയും എല്ലാ ബേസിക്സും വളർന്നു വരുന്നത് നിങ്ങളുടെ ചെറുപ്പത്തിലാണ്. ആ ചെറുപ്പത്തിൽ ഇത് വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമോഷണലായി സപ്പോർട്ട് ചെയ്യാൻ, ഫിസിക്കലായി സപ്പോർട്ട് ചെയ്യാൻ, അതേപോലെ തന്നെ മെൻ്റലായി സപ്പോർട്ട് ചെയ്യാൻ എല്ലാം ഒരു സിസ്റ്റം വേണം. അതിന് മദർ മാത്രം പോരാ. ബാക്കി ജീവികൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ അവ പെട്ടെന്ന് തന്നെ സ്വയം പര്യാപ്തമാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മാത്രമാണ് പ്രശ്നം വരണുള്ളൂ. മനുഷ്യൻ അതല്ല. മനുഷ്യക്കുഞ്ഞിൻ്റെ വളർച്ചയിൽ മനുഷ്യക്കുഞ്ഞിൻ്റെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഇതിനെല്ലാം തന്നെ എന്ത് വേണം? മദറിൻ്റെ ഭയങ്കരമായ സപ്പോർട്ട് വേണം. ആ മദറിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഫാദർ എന്ത് വേണം വെച്ചാൽ മദർ അടക്കമുള്ള കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ബേർഡൻ ഏറ്റെടുത്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ
സപ്പോർട്ടെല്ലാം നിലനിൽക്കണമെങ്കിൽ ഫാമിലി സിസ്റ്റം മാത്രമേ പറ്റുള്ളൂ. ആ ഫാമിലി സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ന്യൂ ജെൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ ഒഴിവാക്കപ്പെടുന്ന ആളുകളായി അല്ലെങ്കിൽ മദർ മാത്രമുള്ള ആളുകളായിട്ട് മാറും. മദർ മാത്രമുള്ള ആളുകളായിട്ട് മാറുക മാത്രമല്ല, മദറിന് സോൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും ഈ കുട്ടികളെ വളർത്തുക എന്നുള്ളത്. അപ്പോൾ മദറിന് സ്വാഭാവികമായിട്ടും അതിന് സോൾ റെസ്പോൺസിബിലിറ്റി ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മദറിന് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്തരം നാടുകളിലെല്ലാം സോഷ്യൽ ഇഷ്യൂസ് കൂടി വരുന്നതും കുട്ടികൾ പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളെല്ലാം തന്നെ ആൻറ്റി സോഷ്യൽസായി മാറുകയും ചെയ്യണത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഫാമിലി സിസ്റ്റത്തിനെ തകർക്കുന്നത് ഇവർ ഈ ഫ്രീ സെക്സ് എന്നുള്ള മൂവ്മെൻറ്റ് വെച്ചുകൊണ്ടാണ്. അത് നിങ്ങളുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ പാഠങ്ങളെല്ലാം പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫനാറിൽ ഇസ്ലാമിക് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ടീനേജേഴ്സിന് വേണ്ടി പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി വെക്കുമ്പോൾ നിങ്ങളെ ആ രംഗത്ത് ശരിക്ക് പരിശീലിപ്പിക്കുകയും ഈ രംഗത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള കുട്ടികൾക്കടക്കം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് അവർക്കടക്കം വിശദീകരിച്ചു കൊടുക്കാൻ മുസ്ലിം സ്റ്റുഡൻസ് എന്നുള്ള നിലക്ക് നിങ്ങളെ പര്യാപ്തമാക്കുകയും ചെയ്യലാണ് നമ്മൾ ഇത്തരം പരിപാടികളുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഫസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ആ കണ്ടിന്യൂഷനിൽ നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം ഇൻട്രഡക്ഷനോട് പറഞ്ഞുകൊണ്ട് ബാക്കി മൈക്ക് നിങ്ങൾക്ക് തരാണ്, നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം +1 സ്റ്റുഡൻറ്റിൻ്റെ ഒരു ക്രൈസിസാണ്. ഒരു +1 ഒരു മുസ്ലിം സ്റ്റുഡൻറ്റിൻ്റെ മുന്നിലുള്ള ഒരു ക്രൈസിസാണ്. എന്താണ്? +1 മുസ്ലിം സ്റ്റുഡൻറ്റിന് ചുറ്റുപാടും ഇങ്ങനെ കേൾക്കുന്നത് LGBTQ എന്നാണ്. ദെയർ റൈറ്റ്സ് എന്താണ്? അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യണില്ല, പക്ഷേ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണില്ല? ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ നമുക്ക് എവിടുന്നോ ഈ ചോദ്യം ചോദിച്ച നമ്മുടെ കുട്ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, ഇത് ശരിയല്ല, പക്ഷേ അവനെ ആൻസർ ചെയ്യാൻ കഴിയണില്ല. ബാക്കിയുള്ള കുട്ടികൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എന്താ ഈ LGBTQ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ സംഭവം? എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ, നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയേ പറ്റൂ. ഞാൻ പറഞ്ഞു LGBTQ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളെ പാരൻസിന് ചിലപ്പോൾ അറിയില്ല, പക്ഷേ നമ്മുടെ ടീനേജേഴ്സിന് നന്നായി അറിയാം. നിങ്ങൾ LGBTQ ഇതെല്ലാം തന്നെ ഓരോ അക്രോണിംസാണ്. അത് എക്സ്പാൻഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ലെസ്ബിയൻ ആണ്, ഗേ ആണ്, ബൈസെക്ഷൽ ആണ്, ട്രാൻസ്ജെൻഡർ ആണ്, ഇങ്ങനെ പോവാണ്. ഇപ്പോൾ LGBTQ AI+ ആണ്, അങ്ങനെ നീണ്ടു പോവാണ്. ഏറ്റവും പുതിയ AIP+ ആണ്. ഇതെന്താ സംഭവം? സംഭവം വേറെ ഒന്നുമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ എല്ലാ ജീവികൾക്കും ഉള്ളതുപോലെ മനുഷ്യനിലും സെക്സ് ഉണ്ട്. സെക്സ് ഉള്ളത് എന്തിനാണ്? റീപ്രൊഡക്ഷന് വേണ്ടിയാണ്. ഖുർആൻ പറഞ്ഞു യാ അയ്യുഹന്നാസ്, ഖുർആൻ പറഞ്ഞു വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതുൻ ലിഖൗമി യതഫക്കറുൻ. അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ ഉണ്ടാക്കിയത്. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അവരിലേക്ക് സമാധാനത്തോടു കൂടി ചായേണ്ടതിന് വേണ്ടിയാണ്. എന്നിട്ട് നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹവും കാരുണ്യവും ഇട്ടുതരികയും ചെയ്തിട്ടുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ എല്ലാ ജീവികളിലും ലൈംഗികതയുണ്ട്, സെക്സ് ഉണ്ട്. അതെന്തിനാണ്? റീപ്രൊഡക്ഷന് വേണ്ടിയാണ്. നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാണെങ്കിൽ സെക്സ് ഉണ്ടാവണം. അതാര് തമ്മിലായിരിക്കും? അതിലെ മെയിലും ഫീമെയിലും തമ്മിലായിരിക്കും. മനുഷ്യനിലെ സെക്സിന് വെറും റീപ്രൊഡക്ഷൻ അപ്പുറത്തുള്ള ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് അള്ളാഹു തന്നെ പറയുന്നു. അതെന്താണ്? ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. മനസ്സിന് സമാധാനം ഉണ്ടാകാനാണ്, സംതൃപ്തി ഉണ്ടാകാനാണ്, ടെൻഷൻ ഇല്ലാതിരിക്കാനാണ്, സ്നേഹവും കാരുണ്യവും പരസ്പരം കൈമാറാൻ വേണ്ടിയാണ്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
മനുഷ്യന് ഏത് സംതൃപ്തി ഉണ്ടാക്കുന്ന, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന സംഗതികളെയും ഒരു എൻ്റർടൈൻമെൻ്റായി കാണുകയും അതിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളാണ് മനുഷ്യൻ. അങ്ങനെയാണല്ലോ, നിങ്ങൾക്കറിയാം, ഏത് കാര്യത്തിലാണെങ്കിലും പുതിയ പുതിയ സംഗതികൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ മനുഷ്യന് ഇത് ഒരു സംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു ഏർപ്പാടായതുകൊണ്ട് തന്നെ അവൻ മുമ്പ് മുതൽക്ക് തന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നതോടൊപ്പം തന്നെ ചില ആളുകൾ അതിൻ്റെ ഒരു പരിധി വിട്ടുകൊണ്ട് ആണും ആണും തമ്മിൽ ബന്ധപ്പെടുന്ന, പെണ്ണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടുന്ന, പരസ്പരം ബന്ധപ്പെടുന്ന, അതേപോലെ തന്നെ മറ്റ് പല രൂപങ്ങളിലുള്ള ഈ രൂപത്തിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന ഏർപ്പാടുണ്ടായി വന്നു. അപ്പം ഇത് ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഉണ്ട് എന്നല്ലാണ് ഇവർ പറയാറ്. പക്ഷേ ശരിക്കും ഖുർആൻ പറയുന്നത് ആരാണ് ആദ്യമായി, ഏതൊരു സമൂഹമാണ് ആദ്യമായി ഈ ഒരു വൃത്തികേട് തുടങ്ങിയത്? നമുക്കറിയാം. ആരാണ്? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം. വലിയ ആൾക്കാർ പറയരുത് കേട്ടോ, കുട്ടികളെ പറയണ്ട. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം, സദോം നിവാസികൾ, അവരിത് തുടങ്ങി. അവരിലേക്ക് ഈ കാര്യത്തെക്കുറിച്ച് അടക്കം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചു. പക്ഷേ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ നിഷേധിച്ചു. അവസാനം ആ പ്രദേശമാകെ തന്നെ അള്ളാഹു തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ആ പ്രദേശത്തിൻ്റെ റെമനൻസ് ആണ് ഇന്ന്, അതിൻ്റെ ബാക്കി പത്രമാണ് നമുക്കിന്ന് ഡെഡ് സീലെല്ലാം കാണാൻ പറ്റുന്നത്. ഇപ്പോഴും ഡെഡ് സീൽ ഒരു ജീവനുള്ള വസ്തുവും ജീവിക്കാൻ പറ്റില്ല. അത്രയധികം വലിയ തിന്മ ചെയ്തുകൊണ്ട് തന്നെ ആ പ്രദേശം മുഴുവനും ജീവരഹിതമാക്കി മാറ്റുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അപ്പോൾ ഇവിടെ ഇത് എന്തുകൊണ്ട് തെറ്റ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ഒന്നാമതായി അത് പ്രകൃതി വിരുദ്ധമാണ്. രണ്ടാമതായി അത് വലിയ അപകടകരമാണ്. കാരണം അപകടം എന്താണ്? ഇതുള്ള ആളുകളിലാണ് എല്ലാ ലൈംഗിക രോഗങ്ങളും വളരെ കൂടുതലുള്ളത്. ഇപ്പോൾ എയ്ഡ്സിനെ പറ്റി നിങ്ങൾക്കറിയാം. എയ്ഡ്സ് ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഒരുപാട് പേടിച്ചു അല്ലേ? എയ്ഡ്സ് ഇതേപോലെ തന്നെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ഭീകരമായ രോഗമാണ്. അതിനെപ്പറ്റി ഇപ്പോൾ പലപ്പോഴും മീഡിയകൾ ചർച്ച ചെയ്യണില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ LGBTQ അജണ്ടയാണ്. മൂന്നാമത് ഇപ്പം അടുത്തുണ്ടായ രോഗമാണ് മങ്കി പോക്സ്. നിങ്ങൾ പിക്ചറുകൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ പിക്ചറെല്ലാം കൊണ്ടുവന്നിരുന്നു, പക്ഷേ ഇവിടെ അത് വർക്ക് ചെയ്യിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ മങ്കി പോക്സ് ഉണ്ടായപ്പോൾ എന്താ വെച്ചാൽ ഇതേപോലെ കണ്ടാൽ ഭീകരത തോന്നുന്ന രോഗം, ഇതും ഹോമോസെക്ഷൽസിൻ്റെ ഇടയിലാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നത്? ഒരു സംഗതി രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്തായിരിക്കും? അത് പ്രകൃതി വിരുദ്ധമായതുകൊണ്ടാണ്, നേച്ചുറൽ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് നേച്ചുറൽ അല്ല, രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഇത് അപകടകരമാണ്, കുടുംബത്തെ തകർക്കുന്നതാണ്. എല്ലാവരും ഹോമോസെക്ഷൽസ് ആയാലും എന്താ ഉണ്ടാവുക? നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവുമോ? കുടുംബം ഉണ്ടാവുമോ? അപ്പോൾ ഇതാണ് ആത്യന്തികമായി അൾട്ടിമേറ്റ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റാത്തത്. ഇത് സർവശക്തൻ വെറുത്ത, നിരോധിച്ച വൃത്തികേടാണ്. ഈ കാരണങ്ങളാൽ 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇതുകൊണ്ടാണ് നമ്മൾ LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ. ആ എതിരെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്ത് നിയമം മൂലം അത് അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലെല്ലാം ഒരാൾക്ക് വേണമെങ്കിൽ ലെസ്ബിയൻ ആകാം അല്ലെങ്കിൽ ഗേ ആകാം. അങ്ങനെ ആകുന്ന ആളുകൾ, അവർക്കെതിരിൽ നമ്മളെന്തെങ്കിലും പറയുന്നു എന്നല്ല, മറിച്ച് അവർ വേണമെങ്കിൽ അവരുടെ സ്വകാര്യതയാണ്, അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. പക്ഷേ അത് തെറ്റാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ പറയുന്നത്. കാരണം അത് തെറ്റാണെന്നുള്ള ബോധ്യമാണ് സമൂഹത്തെ നശിപ്പിച്ച ഏറ്റവും വലിയ അപകടകരമായ സംഗതിയാണ്. നമ്മൾക്കറിയാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെ തന്നെ അള്ളാഹു നശിപ്പിച്ചത് ഈ ഒരു വൃത്തികേട് അവർ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ പ്രകൃതി വിരുദ്ധമാണ്, സമൂഹത്തിൽ വലിയ അപകടമുണ്ടാക്കുന്ന ഏർപ്പാടാണ്. ഈ 5 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 5 കാരണങ്ങളാണ് നമ്മൾ ആ വിഷയത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. നിങ്ങളിപ്പോൾ LGBTQ ചോദിച്ചു അല്ലേ? അതിൽ ഞാൻ പറഞ്ഞത് എന്താണ്? LGB മാത്രമാണ്. നെക്സ്റ്റ് ഒന്നും കൂടി എന്താ നിങ്ങൾ ചോദിക്കാത്തത്? T. എന്താണ് T എന്ന് പറഞ്ഞാൽ? എന്താ T? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ബോഡിയും ഐഡൻറ്റിറ്റിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക അല്ലേ? അതാണ് നെക്സ്റ്റ് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഇവരുദ്ദേശിക്കുന്ന ഒരു സംഭവം. എന്താണെന്ന് വെച്ചാൽ
ചില ആളുകൾക്ക് എന്തുണ്ട്, അവരുടെ ശരീരത്തിനെതിരിലുള്ള ലിംഗബോധമുണ്ടാകും. അഥവാ ആണാണെങ്കിലും അവർക്ക് പെണ്ണാണെന്ന് തോന്നും, പെണ്ണാണെങ്കിലും ആണാണെന്ന് തോന്നും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബയോളജിക്കലി 100% അവർ ഏതാണോ ബയോളജി അത് തന്നെയായിരിക്കും. അതല്ലാത്തതിന് ഇൻ്റർസെക്സ് എന്നാണ് പറയാം. ഇത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡറായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉള്ളത്. നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ട്രാൻസ്ജെൻഡേഴ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളെ നാട്ടിലെല്ലാം ഈ ഒരു ബ്രെയിൻ വാഷിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ എൻ്റെ ശരീരത്തിൽ എല്ലാ നിലക്കുമുള്ള പുരുഷൻ്റെ പ്രത്യേകതകളാണ് ഉണ്ടാവുക. അഥവാ ഞാൻ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ അവരോടൊപ്പം ശാരീരികമായി ബന്ധപ്പെട്ടാൽ എനിക്ക് കുട്ടിയുണ്ടാകും. അങ്ങനത്തെ എല്ലാ സംഭവത്തിലും ഒരു ആണ് തന്നെയായിരിക്കും ഞാൻ. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പെണ്ണാണെന്ന് തോന്നിക്കൊണ്ടിരിക്കും. തിരിച്ചും ഇതാണ് ട്രാൻസ്ജെൻഡർ. ഈ ട്രാൻസ്ജെൻഡർ അതിനെന്താണ് സൊല്യൂഷൻ? ഇവർ ചോദിക്കൽ അതാണ്. ഇതിനുള്ള സൊല്യൂഷൻ, ഒരു കാര്യത്തിന് സൊല്യൂഷൻ കാണണമെങ്കിൽ എന്ത് വേണം? ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ പ്രോബ്ലം എന്താണ്? നമുക്ക് തലവേദനക്ക് കാലുമ മരുന്ന് വെച്ച് കെട്ടിയാൽ മാറുമോ? തലവേദനക്ക് തലക്ക് ചികിത്സിക്കണം, അല്ലെങ്കിൽ എന്താണോ കാരണം അതിന് ചികിത്സിക്കണം. ഇവിടെ ഈ പ്രശ്നം, ഇപ്പം എനിക്ക് ഞാൻ പെണ്ണാണെന്ന് തോന്നുന്നു, ഇവിടെ എൻ്റെ ശരീരത്തിനാണോ പ്രശ്നം, എൻ്റെ മനസ്സിനാണോ പ്രശ്നം? നിങ്ങൾ പറ. മനസ്സിനാണ്, ആണല്ലോ. അപ്പം ചികിത്സിക്കേണ്ടത് എന്തിനാണ്? മനസ്സിനാണ്. നമ്മൾ പറയുന്നത്, മതവിശ്വാസികൾ പറയുന്നത്, മുസ്ലിങ്ങൾ പറയുന്നത്, ഈ പ്രശ്നം ഒരു മാനസിക പ്രശ്നമാണ്, അതുകൊണ്ട് മനസ്സിനെ ചികിത്സിക്കാൻ അനുവദിക്കണം എന്നാണ്. LGBTQ പൊളിറ്റിക്സ് പറയുന്നത് ഇതൊരു ശാരീരിക പ്രശ്നമാണ്, അതുകൊണ്ട് ശരീരത്വമാണ് മാറ്റേണ്ടത് എന്നാണ്. അവിടെയാണ് രണ്ടും തമ്മിലുള്ള പ്രശ്നം. ശരീരത്തിനാണ് ഈ പ്രശ്നമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം എന്ത് ശരീരത്തിലുള്ള, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പിന്നെ വായിക്കുന്നുണ്ടാകും, ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറികളെല്ലാം നടക്കുന്ന ഒരു ലോകക്രമത്തിലാണ്. അവർ ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി നടത്തിയിട്ട് ഞാൻ പെണ്ണാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തെ പെണ്ണാക്കി മാറ്റാം. ഇപ്പം എൻ്റെ പെനസ് പിന്നെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഒരു വജൈന വെച്ച് പിടിപ്പിക്കാം. എൻ്റെ ശരീരത്തിൽ എനിക്ക് ഹോർമോൺസ് കുത്തിവെച്ച് എനിക്ക് ബ്രസ്റ്റ് ഉണ്ടാക്കാം, എൻ്റെ വോയിസ് മാറ്റം വരുത്താം. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എന്താണ്? ഇതുവഴി വല്ല പ്രശ്നം പരിഹരിക്കപ്പെടുമോ? എന്തുകൊണ്ടാണ് പരിഹരിക്കപ്പെടാത്ത? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ആളെ ആണാക്കുന്നത് എന്താണ്, പെണ്ണാക്കുന്നത് എന്താണ്? ഈ അവയവങ്ങളാണോ? അല്ല. എപ്പോഴാണ് ഒരാൾ ആണാവണത്, ഒരു പെണ്ണാവണത്? എപ്പോഴാണ് ഒരു 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 നമ്മൾ ആണോ പെണ്ണോ ആവണത്? എപ്പോഴാണ്? നമ്മളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മുടെ ഫസ്റ്റ് സെല്ല് ഉണ്ടാകുന്ന സമയത്താണ്. ആ ഫസ്റ്റ് സെല്ലിലുള്ള സെക്സ് ക്രോമോസോംസ് XX ആണെങ്കിൽ നിങ്ങൾ പെണ്ണാണ്, XY ആണെങ്കിൽ നിങ്ങൾ ആണാണ്. ആ Y ക്രോമോസോമിൻ്റെ തലത്തിലുള്ള SRY ജീൻ എന്നിട്ടുള്ള ജീനുണ്ട്. അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുരുഷ ലക്ഷണങ്ങൾ വരാൻ തുടങ്ങും ആ സമയത്ത് തന്നെ. ഇല്ലെങ്കിൽ പെൺപക്ഷ ലക്ഷണങ്ങൾ ഉണ്ടാവും XX ആണെങ്കിൽ. അപ്പോൾ ആണും പെണ്ണും ആക്കുന്നത് എന്താണ്? ബേസിക്കലി XX-ഉം XY ആണ്. നിങ്ങളുടെ സെല്ലാണ്. നിങ്ങളുടെ ശരീരത്തിൽ എത്ര സെല്ലുണ്ട്? ഒരു ട്രില്യൺ സെൽസ് ഉണ്ട്. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം എത്ര പൂജ്യമാണ്? 9 പൂജ്യമുട്ട സംഖ്യയാണ്. അപ്പോൾ ഒന്നിന് ശേഷം 18 പൂജ്യമുട്ട സംഖ്യ, അത്രയും കോശങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഈ സെല്ലുകളെല്ലാം എന്താണ്? ആണ് ആണെങ്കിൽ ആണാണ്. പിന്നെ കൈയിൻ്റെ വെടുത്ത സെല്ലും ആണാണ്, പിന്നെ ചെവിൻ്റെ വെടുത്ത സെല്ലും ആണാണ്. ഇങ്ങനത്തെ എൻ്റെ വെറും എൻ്റെ സെക്സ് ഓർഗൻസ് വെട്ടി അവിടെ വേറൊന്ന് സ്ഥാപിച്ചാൽ ഞാൻ പെണ്ണാവും? ആവൂല. അതുകൊണ്ട് തന്നെ ഇത് ആർട്ടിഫിഷ്യലാണ്, ഒരിക്കലും സംഭവിക്കൂല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, പക്ഷേ ഈ മാനസികാവസ്ഥ ഉള്ള ആളുകൾക്ക് കുറച്ച് ദിവസം ഒരു സന്തോഷമെല്ലാം ഉണ്ടാകും. കാരണം ഞാൻ ആ പെണ്ണാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ.
അപ്പോൾ എൻ്റെ ശരീരത്തിൽ എൻ്റെ സെക്സ് ഓർഗൻസ് വെട്ടിയിട്ട് പെണ്ണിൻ്റെ സെക്സ് ഓർഗൻസ് ഫിറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനൊരു സന്തോഷം ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. ഇത് മാനസികമായതുകൊണ്ട് തന്നെ മാറും, ഇല്ലാതാവും. അപ്പോൾ അവർ എന്താ സംഭവിക്കണത്? ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലെല്ലാം തന്നെ ഇങ്ങനെ മാറ്റിയ ആളുകളിൽ നല്ലൊരു ശതമാനം സൂയിസൈഡ് ചെയ്തു. കാരണം ഇത് മാനസികമായ പ്രശ്നത്തെ ശാരീരികമായി ചികിത്സിച്ചാൽ അതാണ് സംഭവിക്കുക. അപ്പം നമ്മൾ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കരുത്, അല്ല നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പോയിൻ്റാണ്. നമ്മൾ പറയുന്നത് ഇതൊരിക്കലും സാധ്യമല്ല എന്നാണ്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വയം ഞങ്ങൾ ചെന്നായി ആണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ലൈക്കന്ത്രോപ്പി എന്നാണ് പറയുന്നതിന്. ഞാൻ ചെന്നായാണ്, ഞാൻ ഫോക്സ് ആണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ ഞങ്ങൾ പശുക്കളാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ബോൺത്രോപ്പി എന്നാണ് അതിന് പറയാം. ഞങ്ങൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതേ മരിച്ചുപോയിന്ന് കൊട്ടാട്ട് സിൻഡ്രം എന്നാണ് സൈക്കോളജിയിൽ അതിന് പറയാം. അവർ പറയും ഞാൻ മരിച്ചിട്ടുണ്ട്, എൻ്റെ പിന്നെ മയ്യത്ത് കൊണ്ടുപോയിക്കോളി, എന്നെ കുഴിച്ചിട്ടോളി എന്ന് പറയും. എന്നിട്ട് അങ്ങനെ മരിച്ച മാതിരി കിടക്കും. പക്ഷെ അവർ മരിച്ചിട്ടുണ്ടാവില്ല. ഇതെന്താണ്? മാനസിക അസുഖമാണ്, തമാശയല്ല. ഇതെല്ലാം ഉള്ള ആളുകളെ മാനസികമായി ചികിത്സിക്കുകയാണ് വേണ്ടത്, അതല്ലാതെ ശാരീരികമായി മറ്റല്ല വേണ്ടത്. ഇവിടെ ഇതിൻ്റെ ട്രാൻസ്ജെൻഡർ ഐഡിയോളജി പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക് ജെൻഡർ മനസ്സിലാക്കാൻ പറ്റൂല. അഥവാ ഞാൻ ആണാണെങ്കിലും ചിലപ്പോൾ ഞാൻ പെണ്ണായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ചെറിയ പ്രായത്തിൽ കുട്ടികളെ ആണും പെണ്ണും അല്ലാത്ത രൂപത്തിൽ വളർത്തണം. അതിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുക. ആണും പെണ്ണും അല്ലാത്ത രൂപത്തിൽ വളർത്തുകയും അവർക്ക് പ്രായപൂർത്തി എത്തുമ്പോൾ അഥവാ ലൈംഗികമായ താല്പര്യങ്ങൾ വരുമ്പോൾ അവർ തീരുമാനിക്കണം ഞാൻ ആണോ പെണ്ണോ എന്ന്. എന്നിട്ട് അവർക്ക് ആണാണ് തോന്നുന്നുണ്ട്, പക്ഷേ ശരീരത്തിൽ പെണ്ണവയവങ്ങളാണെങ്കിൽ അവരെ ആണായിട്ട് പിന്നെ സമ്മതിക്കണം. തിരിച്ചാണെങ്കിൽ അങ്ങനെ സമ്മതിക്കണം. ഇനി ഒരാൾ ആണായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലൂയിഡാണിത് എന്നാ പറയുക. ആണായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് ഞാൻ പെണ്ണാണെന്ന് തോന്നിയാൽ അത് സമ്മതിക്കണം. പെണ്ണായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് ആണാണെന്ന് തോന്നിയാൽ അതും സമ്മതിക്കണം. ഇതെല്ലാം സമ്മതിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഇന്ന് ഒരു സ്വപ്നം കാണുന്നത്. അത് പാശ്ചാത്യ നാടുകളിലെല്ലാം അത് ഒരുവിധമായി കഴിഞ്ഞു, പല നാടുകളിലും. അത് നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിൽ നിന്ന് ഒരാണ് ഇറങ്ങി വരികയാണെങ്കിൽ നമ്മളെന്താ മനസ്സിലാക്കുക? ഗാർഡ് അതിന് സമ്മതിക്കുമോ? ഇല്ല. അതേസമയം അവിടങ്ങളിൽ പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിൽ ആണുങ്ങൾക്ക് പോകാം. അവരുടെ ഒരു കാർഡ് ഉണ്ടായാൽ മതി, ഞാൻ ട്രാൻസ്മെൻ ആണെന്നുള്ള കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോകാൻ പറ്റും. കാർഡ് കിട്ടണമെങ്കിലോ? ഈ കാർഡ് കിട്ടണമെങ്കിൽ ഞാൻ പോയിട്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന പിന്നെ അതോറിറ്റീൻ്റെ മുന്നിൽ പോയിട്ട് ഞാൻ പറഞ്ഞാൽ മതി ഐ ടെസ്റ്റിഫൈ മൈസെൽഫ് ആസ് എ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രാൻസ് വുമൺ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാർഡ് സീൽ ചെയ്ത് തരും. പിന്നെ കാർഡുമായിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റും. അങ്ങനത്തെ ആളുകളാണ് ഭയങ്കര സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ. ആ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് ആളുകൾക്കുള്ളൊരു മാനസിക പ്രശ്നമാണ്. അത് വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, കുട്ടികളെ തലച്ചോറിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ചെറുപ്പത്തിലെ നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ ജെൻഡർ തിരിച്ചറിയാതെ മനസ്സിലാക്കാതെ വളരണം. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണ് ആണെന്ന് തോന്നുന്നത് അപ്പം നിങ്ങൾ ആണെന്ന് പറഞ്ഞാൽ മതി. അതുവരെ ആണായി നിങ്ങൾ മനസ്സിലാക്കരുത്, പെണ്ണായി നിങ്ങൾ മനസ്സിലാക്കരുത് എന്നുള്ള ആശയമാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതാണ് ട്രാൻസ്ജെൻഡർ. ആ വിഷയം ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത എന്തെങ്കിലും ചോദ്യങ്ങളുടെ ചോദിക്കാം. LGBT ക്യൂവിൽ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂർ എന്നാണ്. ക്യൂർ എൻ്റെ അർത്ഥം സ്ട്രേഞ്ച് എന്നാണ്. അവർ പറയണത് സെക്സ് എന്ന് പറഞ്ഞാൽ, സെക്സ്വൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊന്നിനോട് സെക്സിനോട് താല്പര്യം തോന്നുക എന്ന് പറഞ്ഞാൽ അത് ഏത് രൂപത്തിലും തോന്നാം. ചിലപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അത് സ്ട്രേഞ്ചായി തോന്നിയേക്കും. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഹോമോസെക്ഷുവാലിറ്റി, ഇതെല്ലാം പിന്നെ ലെസ്ബിയനിസം ഇതെല്ലാം ഉണ്ട്. ഇതല്ലാതെ പല ടൈപ്പുള്ള സെക്സ്വൽ ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബെസ്റ്റിയാലിറ്റി. ബെസ്റ്റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോട് താല്പര്യം തോന്നുക എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ ആടിനോട് എനിക്ക് താല്പര്യം തോന്നുന്നു, ഞാൻ വളർത്തുന്ന കുതിരയോട് താല്പര്യം തോന്നുന്നു.
പശുവിനോട് താല്പര്യം തോന്നുന്നു, പട്ടിയോട് താല്പര്യം തോന്നുന്നു. ഇതെല്ലാം ഉണ്ട്, ഇതിനെല്ലാം ആളുകളുണ്ട്, ക്ലബ്ബുകളുണ്ട് ഇൻ്റർനാഷണലായിട്ട്. അപ്പോൾ ബെസ്റ്റിയാലിറ്റി അല്ലെങ്കിൽ സൂഫീലിയ എന്ന് പറയാം. ഇതെന്താണ്? ഒരു ക്യൂർ ആണ്. അഥവാ നമ്മൾക്ക് വിചിത്രമാണെന്ന് തോന്നും, നമുക്ക് സ്ട്രെയിഞ്ചാന്ന് തോന്നും, പക്ഷേ അവർക്കത് അവർ ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു അലൗ ദം ടു ഡു ദാറ്റ്. യു എന്നല്ല, നിയമം സമ്മതിക്കണം. രണ്ടാമത്തെ ഇതേപോലെ തന്നെ ക്യൂറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് നാക്രോഫിലിയ എന്ന് പറയുന്നത്. നാക്രോഫിലിയ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസിനോട് ഈ ശാരീരിക ബന്ധത്തിന് താല്പര്യം തോന്നുന്നത്. അതിൽ ഒരുപാട് ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. ആ ജസ്റ്റിഫിക്കേഷൻസ് അവരിങ്ങനെ മുന്നോട്ട് വെക്കും. ഒരു നല്ല സുന്ദരിയായ സ്ത്രീയാണ്, അവൾ മരിച്ചു പോണതിന് മുമ്പ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അവൾക്കും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ബന്ധപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ അവൾ മരിച്ചുപോയി, ഇനി മണ്ണാകാൻ പോവാണ്. അപ്പോൾ എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം കൂടിയാണ്, അത് നടപ്പാക്കണതിന് എന്താ കുഴപ്പം? ഈ മയ്യത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇതെന്താണ്? നമുക്ക് സ്ട്രെയിഞ്ചായി തോന്നും, പക്ഷേ അവർക്ക് കുഴപ്പമില്ല. ഇതേപോലെ തന്നെയാണ് ഇൻസെസ്റ്റ് എന്ന് പറയും. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും മകളും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ ബന്ധപ്പെടുക, സഹോദരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുക. ഇതെല്ലാം ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ, അഥവാ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള സെക്ഷുവൽ റിലേഷൻഷിപ്പ്. ഇത് നമുക്ക് സ്ട്രെയിഞ്ചായി തോന്നും, പക്ഷേ അവർക്ക് ആക്സെപ്റ്റബിളാണ്. ഇതേപോലുള്ള ഒരുപാട് ടൈപ്പ് വളരെ വൃത്തികെട്ട, ഒരിക്കലും സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത സംഗതി, ഇതെല്ലാം ആക്സെപ്റ്റബിൾ ആകണം എന്നുള്ളതാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് LGBTQ എന്ന് പറയുന്നത്. ഇതേപോലെ ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ചിലതൊന്നും പറയാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികേടുകളാണ്. അപ്പോൾ അത് പക്ഷേ നമുക്കത് വൃത്തികേടായി തോന്നും, നമുക്ക് സ്ട്രെയിഞ്ചായി തോന്നും, പക്ഷേ ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഓൺലി തിങ് ഈസ് കൺസെൻറ്റ് വേണമെന്നുള്ളതാണ്. അവർ ആകതിൽ ഉള്ള ഒരൊറ്റ സംഗതി മാത്രമേ ഉള്ളൂ, ഇതിലെല്ലാം കൺസെൻറ്റ് വേണം. ഇതേപ്പെട്ടാണെന്ന് പീഡോഫിലിയ എന്ന് പറയുന്നത്. പീഡോഫിലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്സിൽ ഏർപ്പെടാൻ ഉള്ള എല്ലായിടത്തും ഒരു ഏജ് ഓഫ് കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈമുണ്ട്. അതിൻ്റെ താഴെയുള്ള ആളുകളായിട്ട്, ചെറിയ കുട്ടികൾ ആണെങ്കിൽ പോലും അവരോട് അട്രാക്ഷൻ തോന്നുക എന്നുള്ളതാണ്. അതും ഇതേപോലെ സ്ട്രെയിഞ്ചാണ് നമുക്ക്, പക്ഷേ അത് ക്യൂറാണെന്ന് പറയാം. ഈവൻ അതിനു വേണ്ടിയുള്ള ഓർഗനൈസേഷൻസ് വരെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറുതല്ല പ്രശ്നം. ഇപ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള ഓർഗനൈസേഷൻ്റെ പേര് നാംബ്ല എന്നാണ്. നാംബ്ല എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കൻ മാൻ ബോയ് ലവേഴ്സ് അസോസിയേഷൻ. അതിന് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും പോലീസെല്ലാം ഇങ്ങനത്തെ വിഷയത്തിലുണ്ടായി പിടിച്ചാൽ ദി അസോസിയേഷൻ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. വലിയ വലിയ ബുദ്ധിജീവികൾ അത്തരം ഇഷ്യൂസ് വരുമ്പോൾ എന്താണ് മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഒരു കുട്ടിക്കൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അഥവാ ഒരു കുട്ടി 12, 13, 11 വയസ്സുള്ള ഒരു കുട്ടിയുമായി ഒരാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അത് ചിലപ്പോൾ ആൺകുട്ടിയായിരിക്കും, ചിലപ്പോൾ പെൺകുട്ടിയായിരിക്കും. നാംബ്ല പ്രധാനമായിട്ട് ബോയ്സ് ആയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ചോക്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അത് അയാൾ വാങ്ങിക്കൊടുക്കുന്നു, കുട്ടി തിരിച്ച് ഇയാൾക്ക് സെക്ഷുവൽ പ്ലഷർ കൊടുക്കുന്നു. അവിടെ രണ്ടാൾക്കും കൺസെൻ്റ് ഉണ്ട്. വാട്ട്സ് റോങ് ഇൻ ഇറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവരണം. ഇത് വളരെ ഗൗരവത്തിലുള്ള സംഭവമാണ്. ഇവിടെ സത്യത്തിൽ എനിക്ക് തോന്നുന്നത്, പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ പേരൻസ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് ഇപ്പോൾ നമ്മളെ സദസ്സിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ കുട്ടികൾ തന്നെയാണ്, നിങ്ങളുടെ കുട്ടികളാണ് ഇവിടെയുള്ള ആളുകൾ എന്നുള്ള നിലക്ക് അവർക്ക് തുറന്ന് പല വിഷയങ്ങളും ചോദിക്കാൻ പ്രയാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും ഇത്തരം വർക്ക്ഷോപ്പുകളും ഇത്തരം കൗൺസിലിംഗ് ക്യാമ്പുകളും സംഘടിപ്പിക്കാറുള്ളത് ഈ കുട്ടികളെ മാത്രം വെച്ചിട്ടാണ്. അവിടെ ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട് കുട്ടികൾക്ക്. ആ ഇഷ്യൂസ് കുട്ടികൾ തുറന്ന് ചോദിക്കുന്നുണ്ട്.
ഇപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. എൻ്റെ എല്ലാം പ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ പ്രായം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒന്നും ആ പ്രായത്തിൽ ഇത്തരം വിഷയങ്ങളെ നമുക്കറിയില്ല. അവർക്ക് ക്ലാസ് റൂമിൽ നിന്നുള്ള ക്യാമ്പസിൽ നിന്നുള്ള പ്രഷറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് LGBTQ. ആ LGBTQ ബാക്കിയുള്ളവർ പറയുന്നു, ഞാനതിലെൻ്റെ ആളല്ല, പക്ഷേ ബാക്കിയുള്ളവർ പറയുമ്പോൾ ഞാനെന്ത് പറയണം എന്നാണ്. ഇതൊരു കൺഫ്യൂഷനാണ്. ഇത് വ്യാപകമായി നമ്മുടെ കുട്ടികളുടെ തലച്ചോറിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ ഒരു സാമൂഹ്യ മാറ്റമാണ് സംഭവിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ, ഒന്ന്, അവർ പഠിപ്പിക്കുന്നത് ജെൻഡർ തിയറിയാണ്. പാരൻസിനോടാണ് ഞാനിനി പറയുന്നത്. ജെൻഡർ തിയറി എന്താ? ജെൻഡർ തിയറി എന്ന് പറഞ്ഞാൽ ഒരാളും ജനിക്കുന്നത് ആണോ പെണ്ണോ ആയിട്ടല്ല, മറിച്ച് ചുറ്റുപാടുകളാണ്, പാരൻസാണ് അവരാണും പെണ്ണുമാക്കുന്നത്. അവരുടെ ലൈംഗികാവയവം അവരാണോ പെണ്ണോ ആക്കുന്നില്ല. അവർ ലൈംഗികാവയവം ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ പുരുഷൻ്റെ ലൈംഗികാവയവം ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ ആണായിരിക്കാം, അല്ല പെണ്ണായിരിക്കാം, തിരിച്ചുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരെ വെറുതെ വിടുക. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എല്ലാം കേരളത്തിൽ വലിയ ചർച്ചയായി. എന്താ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ ലക്ഷ്യം? പാൻറ്റും പാവാടിയും മാറി എടുക്കുക എന്നുള്ളതല്ല, ആണും പെണ്ണും തിരിച്ചറിയാത്ത രൂപത്തിൽ കുട്ടികളെ വളർത്തുക. അങ്ങനെ വളർത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സെക്ഷൽ ഫീലിംഗ് വരുന്ന സമയത്ത് അവർ താല്പര്യമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടോളും. ആ താല്പര്യം എന്താണ്? ചിലപ്പോൾ അവർക്ക് സ്വന്തം ലിംഗത്തിൽപ്പെട്ടവരോടായിരിക്കും താല്പര്യം, അപ്പോൾ അവർ ബന്ധപ്പെട്ടോട്ടെ, എന്താ പ്രശ്നം അതിന്? ആകെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഒരു മാരേജ് എന്നുള്ള ബോണ്ടിൻ്റെ ഉള്ളിലേക്ക് വരരുത്. മാരേജ് വരുമ്പോൾ എന്താണ് കുട്ടികളുണ്ടാകുന്ന അത് റെസ്പോൺസിബിലിറ്റീസ് വരും, അതുണ്ടാവരുത്. അതല്ലാത്ത രൂപത്തിൽ അവർ ബന്ധപ്പെടേണ്ട എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ കുട്ടികളെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ NSS ക്യാമ്പുകളിൽ വെച്ച്, ജെൻഡർ ക്ലബ്ബുകളിൽ വെച്ച് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇനി കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ പോവാണ്. നമ്മുടെ കരിക്കുലം കമ്മിറ്റികളിൽ, കേരളത്തിലുള്ള കരിക്കുലം കമ്മിറ്റികളിൽ LGBTQ ആക്ടിവിസ്റ്റുകളെ പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് LGBTQനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കരിക്കുലം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പഠിക്കാൻ വേണ്ടി. ഇതിൻ്റെ ഫലം എന്താണ്? ഫലം അമേരിക്കയെ പോലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം അമേരിക്കയിൽ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഉണ്ട്, സ്ത്രീയാണ്, ലിസ ലിറ്റ്സ്മാൻ എന്നാണ് അവരുടെ പേര്. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം പറയാണ്. എന്താണ്? 14-15 വയസ്സുള്ള പെൺകുട്ടികൾ വ്യാപകമായി എൻ്റെ അടുത്ത് വരുന്നു. അവർ പറയാണ്, ഞങ്ങൾ ആണാണ്, ഞങ്ങൾക്ക് മാറണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞാൽ ഇത് ചിലർക്ക് ഉണ്ടാകും, ഉള്ളത് അതിന് പറയാം ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ്. ഈ ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടാകുന്നത് 3 വയസ്സിൻ്റെയും 6 വയസ്സിൻ്റെ ഇടയിലാണ് അതിൻ്റെ സിംറ്റംസ് പ്രത്യക്ഷപ്പെടുക. എങ്ങനെ കാണുക? ആൺകുട്ടികൾക്ക് ചിലപ്പോൾ പെൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റമാണ്. അവിടെ നിന്ന് നമ്മൾക്ക് മാനസികമായി അവരെ മാറ്റിയെടുക്കാൻ പറ്റണം. അവിടെ പാരൻറ്റിങ് ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. അത് വേറെ കുറേ വലിയ വിഷയമാണ്. പക്ഷേ ലിസ ലിറ്റ്സ്മാൻ പറയുന്നത് ചെറുപ്പത്തിലൊന്നും ഈ പ്രശ്നമില്ലാത്ത കുട്ടികൾ 13-14 വയസ്സാകുമ്പോൾ വരികയാണ്. അതിനവർ പേര് കൊടുത്തത് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ്. പെട്ടെന്നുണ്ടാകുന്ന ജെൻഡർ ഡിസ്ഫോറിയ. ഇതിൻ്റെ കാരണം എന്താണ്? കാരണം അവർ പറയുന്ന എഡ്യൂക്കേഷനാണ്, മീഡിയയാണ്, ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ്. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ മെൻസ്ട്രേഷൻ കാലമാകുമ്പോൾ ഞങ്ങൾ ആണാകണം എന്ന് തോന്നുന്നു, അതിനുള്ള സംവിധാനങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആകാമല്ലോ എന്ന് പറയുന്നു. അത് ആലോചിച്ചിട്ട് ആളുകളായിട്ട് വരും. ഇതവർ പുസ്തകം എഴുതി, അവർ റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തു. റിസർച്ച് പേപ്പർ +1 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റിസർച്ച് മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്യുന്ന മാഗസിനിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. പക്ഷേ ഈ LGBTQൻ്റെ ആളുകൾ അവരുടെ ക്ലിനിക്ക് തന്നെ അടിച്ച് പൊളിച്ചു കളഞ്ഞു. അവരുടെ റിസർച്ച് പേപ്പറുകളെല്ലാം തന്നെ എല്ലാറ്റിലൊന്നും പിൻവലിച്ചു. ഇതാണ് ഇവരുടെ പവർ. ഇവിടെയാണ് നമ്മൾ പാരൻസിനുള്ള, ഞാനതാണ് പാരൻസിനോട് എനിക്കിപ്പോൾ കുറച്ച് പറയാണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ പഴയ കാലത്തേതുപോലെ ഒരു കേവലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അയക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികളുടെ സംസ്കാരം, കുട്ടികളുടെ ധാർമ്മികത എല്ലാം അവിടുന്ന് സ്വാഭാവികമായിട്ട് കിട്ടിക്കോളുന്നു.
അത് എന്തുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്നത് ഇതായിരുന്നു. കുറേ ഒരു പരിധി വരെ കുറേ ധാർമ്മികതയുണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാവുകയാണ്. സ്കൂളിൽ പോകാതിരിക്കൽ പ്രായോഗികമായി നടക്കോ ഇല്ല, കോളേജിൽ പോകാതിരിക്കൽ നടക്കോ ഇല്ല. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് പാരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആവുന്നത്. നമ്മളെ കുട്ടികളെ ഇത്തരം വിഷയങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അവർക്ക് അത് തുറന്ന് പറയാനുള്ള, തുറന്ന് ചോദിക്കാനുള്ള പഠനവേദികൾ ഉണ്ടായേ പറ്റൂ. വളരെ പ്രധാനപ്പെട്ടതാണിത്. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നിങ്ങൾക്ക് അതേപോലെ പാരൻസ് പഠിക്കണം എങ്ങനെ കുട്ടികളോട് സംസാരിക്കണം എന്ന്. ഇത്തരം വിഷയങ്ങൾ കുട്ടികൾക്ക് നിങ്ങളോട് തുറന്ന് ചോദിക്കാൻ കഴിയണം. തുറന്ന് ചോദിക്കാൻ കഴിയാതിരുന്നാലുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ജസ്റ്റിസ് ടു ഡമി എന്ന് കൊടുത്താൽ മതി ഗൂഗിളിൽ. ജസ്റ്റിസ് ടു ഡമി ഒരുപാട് ഓർഗനൈസേഷനെ കിട്ടും. അതെന്താ? ഡെമി മൈനർ എന്ന് പറയുന്ന അമേരിക്കയിൽ 29 വയസ്സുള്ള ഒരാൾക്കെതിരെയുള്ള ക്രൂരമായ പീഡനങ്ങൾക്കെതിരെ ആളുകളെ ബോധവൽക്കരിക്കാനും സർക്കാരിനോട് ക്യാമ്പയിൻ ചെയ്യാനും വേണ്ടിയുള്ള കൂട്ടായ്മയാണ് ജസ്റ്റിസ് ഫോർ ഡെമി. ആരായി ഡെമി മൈനർ? ഡെമി മൈനർ ജയിൽ ഒരു വലിയ ക്രൂരമായ ചില കൊലപാതകങ്ങൾ നടത്തിയിട്ട് സ്വന്തം സ്റ്റെപ്പ് ഫാദറിനെ കൊന്നിട്ട് ജയിലിലായ ആളാണ്. ന്യൂജേഴ്സിയിൽ, അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ ജയിലിലായി 29 വയസ്സിൽ 30 കൊല്ലത്തെ തടവിന് ശിക്ഷിച്ചു. അദ്ദേഹം സെൻറ്റൻസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ട്രാൻസ്ജെൻഡറാണ്, ഞാനൊരു പെണ്ണാണ്. അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് എന്താണ്? അയാൾ പെണ്ണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണായി പരിഗണിക്കണം. അയാളതിന് എന്ത് കാർഡുണ്ട്, ആ കാർഡ് കാണിച്ചു കൊടുത്തു. കാർഡ് ഉണ്ടാക്കാൻ പറ്റും. സ്വയം സാക്ഷീകരിച്ചാൽ മതി. സെൽഫ് വിറ്റ്നസ് മതി. കാരണം എനിക്കുള്ള ബോധം എനിക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അളക്കാൻ പറ്റൂലല്ലോ, സ്റ്റെതസ്കോപ്പിൽ മനസ്സിലാക്കാൻ പറ്റൂല, ഒന്നുകൊണ്ടും മനസ്സിലാവില്ല. അതുകൊണ്ട് എനിക്ക് പെണ്ണാൻ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ല. അപ്പോൾ അത് വെച്ചിട്ട് ഇയാൾ പറഞ്ഞു, അയാളെ ജയിലിലാക്കി. പെണ്ണുങ്ങളെ ജയിലിലാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് സഹതടവുകാർ 2 സ്ത്രീകൾ ഗർഭിണികളായി. അതോടെ ജയിലധികൃതർക്ക് പ്രശ്നമായി. എന്താ ചെയ്യേണ്ട? ഇയാളെന്താ ചെയ്യേണ്ടത്? ആണുങ്ങളെ തടവിലാക്കാൻ പറ്റുമോ? ഇവിടുത്തെ നിയമം അനുസരിച്ച് പറ്റൂല. പെണ്ണുങ്ങളെ തടവിൽ വെക്കാൻ പറ്റുമോ? പെണ്ണുങ്ങളെ തടവിൽ വെച്ചാൽ എന്താ ഉണ്ടാവുക? ജയിലിനോടനുബന്ധിച്ച് ഒരു നഴ്സറിയും കൂടി തുടങ്ങേണ്ടി വരും. അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്തു? താൽക്കാലികമായി അയാൾ ഒറ്റക്കൊരു സെല്ലിലിട്ടു. അപ്പോഴാണ് അവിടുത്തെ മനുഷ്യാവകാശ LGBTQ ആക്ടിവിസം വന്നത്. അതിനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ജസ്റ്റിസ് ഫോർ ഡമി. എന്താ, അയാൾ അങ്ങനെ ഒറ്റക്ക് ഒരു മനുഷ്യനെ തടവിലിടാൻ പറ്റുമോ? ഒരു മനുഷ്യന് അവകാശങ്ങളില്ലേ? ഇതാണ് അവസ്ഥ. ഇതാണ് ഉണ്ടാവാൻ പോണത്. ഇതാണ് നമ്മുടെ നാട്ടിലേക്കും വരണത്. ഞാനത് പറയുന്നത് നമ്മൾ വളരെ സീരിയസ് ആയി ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് കൊണ്ടോ ഇതിനെതിരെ കുറേ സർക്കാരിനെ ചീത്ത പറയുന്നതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കളെ ഈ രംഗത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ബോധത്തോടു കൂടി ആ രംഗത്ത് കുട്ടികൾക്കുള്ള തർബിയത്ത് കൊടുക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത്തരം സംഗതികളിലേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. ആ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് ശേഷം ഇതിലെ വൈജ്ഞാനികമായ സെഷനുകളുണ്ട്. പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രധാനമായും ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, എനിക്ക് സംഘാടകരോട് പറയാനുള്ളത് അതാണ്. അവർക്ക് വേണ്ടി തന്നെയും അവർക്ക് വേണ്ടി മാത്രമായി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. അവർക്ക് തുറന്ന് ചോദിക്കാൻ കഴിയണം. അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതിൻ്റെ റൂട്ടോടുകൂടി തകർക്കാൻ പറ്റണം. ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മിഡിൽ ഈസ്റ്റിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിലും
ഇപ്പോൾ ടീനേജേഴ്സിന് വേണ്ടിയുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് 8ാം ക്ലാസ്സിലെ കുട്ടി ചോദിക്കണം, വാട്ട് ഈസ് റോങ് വിത്ത് ഹോമോസെക്ഷുവാലിറ്റി? കുട്ടികൾ ചോദിച്ച പോലെ. അവർക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ പാരൻസ് പഠിപ്പിച്ചാലല്ലോ. അവരുടെ സാഹചര്യത്തിൽ നിന്ന് അവർ പഠിക്കുന്ന പാഠമാണത്. ആ പാഠം പഠിച്ചിട്ട് അവിടെ തുടങ്ങുമ്പോൾ കുട്ടി പിന്നീട് എവിടേക്കാണ് എത്തുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഇക്കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ ആ രൂപത്തിൽ പരിശീലിപ്പിക്കുവാനുള്ള പരിശീലനം നമ്മൾ നേടിയെടുക്കണം. അതോടൊപ്പം പ്രത്യേകിച്ച് ടീച്ചേഴ്സ് എല്ലാം തന്നെ എല്ലാ ചവറുകളും അക്കാദമിക്സിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതേപോലെ തന്നെ NSSനെ പോലുള്ള സാമൂഹ്യ സംഘടനകളുടെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത പ്രത്യേകിച്ച് മതം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുണ്ട്. അത് നമ്മൾ അപ്ഡേറ്റഡ് ആകണം, നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ ഈ വലിയ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കുട്ടികളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണ് ഈ ഫിത്ന. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്, അത് ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. നിസ്കാരത്തിൻ്റെ സമയമായി. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നേരായ മാർഗത്തിൽ വളർത്തുകയും അവർ നമുക്കൊരു അസറ്റായി മാറുകയും സമൂഹത്തിനൊരു അസറ്റായി മാറുകയും ചെയ്യുന്ന രൂപത്തിൽ വളർത്താൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്.